ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് നമ്മളെ വീട്ടുമുറ്റത്തൊരു മരം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാനാണ്. അപ്പോൾ കണ്ടതാട്ടോ ഇപ്പോൾ അതിൻ്റെ കായ് പറയണത് ഒരു ബദാമിൻ്റെ ഷേപ്പൊക്കെയാണ്. പിന്നെ അത് ഇല നല്ല നീളം വീതിയൊക്കെ ഉള്ള സൈസ് ഇലയാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം വലുതായി നല്ല തണലാണ് കേട്ടോ. അത്യാവശ്യം നല്ല തണലൊക്കെ കിട്ടുന്നുണ്ട് ഇതുകൊണ്ട്. പിന്നെ അതെന്ത് മരമാണെന്ന് ആർക്കും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കുഴിച്ചിട്ടത് ചാമ്പ മരമാണ് എന്ന് കരുതി കുഴിച്ചിട്ടത് ഇനി. അപ്പോൾ ഇത് വളർന്ന് വന്നപ്പം ഇതുപോലെ ഇങ്ങനെ കായാട്ടോ ഇതിന്മേൽ ഉണ്ടാവണം. പിന്നെ പൂവും ഉണ്ടാവും. പൂവ് ഒക്കെ കഴിഞ്ഞിപ്പോൾ കായ് ഉണങ്ങി വീണ ടൈമായിട്ടോ. അപ്പോൾ അതാ അത്യാവശ്യം നല്ല വലിപ്പമുള്ള മരമാണ്. ഇതിൻ്റെ തണ്ട് ഒരു മുരുമുരുപ്പുള്ള സൈസ് തൊലിയാട്ടോ ഇതിന്മേലുള്ള. പിന്നെ ഇലകൾ നല്ല നീളത്തിലും വീതിയൊക്കെ ഉള്ള സൈസ് ഇലകളാണ്. അപ്പം ഇത് കാണുന്നവരാർക്കെങ്കിലും ഇതെന്ത് മരമാണെന്നും ഇതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ അറിയുന്നെങ്കിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് പറഞ്ഞു തരണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ മുറിച്ച് കളയാത്ത നല്ല തണൽ കിട്ടുന്നുണ്ടല്ലോ വിചാരിച്ചിട്ട് മുറിച്ച് കളയാതൊക്കെ കേട്ടോ. അപ്പോൾ അതായത് ഇതിൻ്റെ കായ് ഇതവിടെ ഇഷ്ടംപോലെ ഉണങ്ങി വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ ബദാമിൻ്റെ ബദാം കായ് പോലെ. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള പരിപ്പ് നമ്മൾ തിന്ന് നോക്കുമ്പോൾ ഭയങ്കര കയ്പ്പാട്ടോ. തിന്നാൻ കഴിയൂല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.